ന്യായമാരമായി പ്രതിരോധിക്കുകയും അവർക്കെതിരെ സംവാദങ്ങൾ നടത്തുകയും അതിനുവേണ്ടി പ്രഗത്ഭരായ സഹാബത്തിനെ ഏൽപ്പിക്കുകയും ചെയ്ത ചരിത്രമാണ്. എന്നാൽ അത് അവിടെ വെച്ചുകൊണ്ട് മാത്രം തീർന്നതല്ല. പിന്നീട് പല കാലഘട്ടങ്ങളിലും അത്തരത്തിലുള്ള വികലമായ ആശയങ്ങളുമായി പലരും കടന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം 18-ാം നൂറ്റാണ്ടിന്റെയും 19-ാം നൂറ്റാണ്ടിന്റെയും 20-ാം നൂറ്റാണ്ടിന്റെയും തുടക്കത്തിൽ ഒരുപാട് വിദഗ്ധ കക്ഷികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നു വരികയുണ്ടായി. റഷീദ് ജിദയെ, അതുപോലെ മുഹമ്മദ് അബ്ദുവിനെ പോലെ, അതുപോലെ ജലാലുദ്ദീൻ അഫ്ഗാനിയെ പോലെ വികലമായ ആശയങ്ങളുള്ളവർ ഒരുപാട് വികലമായ ആശയങ്ങളുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു വന്നു. അവരടക്കം പറഞ്ഞത് മോഡേൺ ഇസ്ലാമിനെ കുറിച്ചാണ്. ഇസ്ലാമിന്റെ ഇപ്പോഴത്തെ ശൈലിയും പാരമ്പര്യ ശൈലിയും പോരാ, തലയിൽ തൊപ്പി ധരിക്കാൻ ഒരു സുഖമില്ല, അതിന് മോഡേൺ അല്ല. മോഡേൺ ആയി സമൂഹം മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകൾ കടന്നു വരികയുണ്ടായി. എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട്, ഖുർആനിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട്, ഹദീസിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതായ മുഴുവൻ പാരമ്പര്യങ്ങളെയും എതിർക്കുകയാണ് ചെയ്തത്. എല്ലാവരും ഇന്ന് വിളിക്കുന്നത് ഖുർആനിലേക്ക് വാ എന്നാണ്. എല്ലാവരും വിളിക്കുന്നത് ഹദീസുകളിലേക്ക് വാ എന്നാണ്. സാധാരണക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് തോന്നും, ശരിയല്ലേ, ഖുർആനിലേക്കല്ല നമ്മൾ മടങ്ങേണ്ടത്, ഹദീസിലേക്കല്ല നമ്മൾ മടങ്ങേണ്ടത്. എന്നാൽ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 വർഷക്കാലത്തെ പ്രബോധനത്തിൽ തന്റെ മുമ്പിൽ ഇരുന്നതായ 1 ലക്ഷത്തോളം വരുന്ന സഹാബത്തിന് അനുയായികളെ കാണിച്ചുകൊണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അസ്ഹാബി അയ്യുഹും ഇഖ്തദൈതും ബിഹ്തദൈതും. ഈ കാണുന്ന എന്റെ അനുയായികളുണ്ടല്ലോ, അതിൽ അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമർ ഉണ്ട്, ഉസ്മാൻ ഉണ്ട്, അതുപോലെ അലിയുൽ മുർത്തദയുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അസ്ഹാബി കന്നുജൂം, ഇവരൊക്കെ നക്ഷത്ര തുല്യരാണ് കേട്ടോ. ഒരാൾ കപ്പലുമായിട്ട് അയാൾ ഇങ്ങനെ കടലിലൂടെ പോകുമ്പോൾ കപ്പിത്താന് ദിശയറിയാൻ വേണ്ടിയിട്ട് അവന് മാർഗം കാണിച്ചു നടക്കാൻ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന ആ നക്ഷത്രത്തിന് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ദിശയറിയാനും നിങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കുവാനും ഇസ്ലാമിന്റെ പാതാവിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാനും അസ്ഹാബീ കന്നുജൂം, പ്രവാചകന്മാരെ പോലെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായികള് ആ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്. എന്നിട്ട് പറഞ്ഞു, അയ്യുഹും ഇഖ്തദൈതും ഇഖ്തദൈതും, അവരിൽ അവരിൽ നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം സിദ്ധിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അന്ന് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല, അന്ന് ഹദീസ് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് സഹാബത്തിന്റെ കാലഘട്ടത്തിലാണ് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത്. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പറയുന്ന സഹീഹുൽ ബുഖാരി എന്ന ഹദീസിന്റെ ഗ്രന്ഥം ഉണ്ടാകുന്നത്. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് മഹാനായ ഇമാം മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിം ഉണ്ടാകുന്നത്. ഇതിനൊക്കെ മുമ്പ് തന്നെ പറഞ്ഞത് അല്ലാഹുവിന്റെ പ്രവാചകൻ, നിങ്ങൾ എന്റെ സഹാബത്തിനെ പിൻപറ്റിക്കോ, നിങ്ങൾ എന്റെ സഹാബത്തിനെ പിൻപറ്റിക്കോ. അയ്യുഹും ഇഖ്തദൈതും, അവരിൽ നിങ്ങൾ ആരെ പിൻപറ്റിയാലും, അത് അബൂബക്കർ ആകട്ടെ, ഉമർ ആകട്ടെ, ഉസ്മാൻ ആകട്ടെ, അലി ആകട്ടെ, ഇനി ബിലാൽ ആകട്ടെ, അങ്ങനെ ആരുമാകട്ടെ, ആരെ പിൻപറ്റിയാലും ഇഖ്തദൈതും, നിങ്ങൾ സന്മാർഗം സിദ്ധിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇവിടെയാണ് കേരളത്തിന്റെ പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത കാലഘട്ടത്തിലോ ആണ് കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വരുന്നത്. ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രവാചകന്റെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ പ്രവാചകനോട് അടുത്ത കാലഘട്ടത്തിലോ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു കൂട്ടരും പരിശുദ്ധമായ ഇസ്ലാമുമായി അങ്ങ് കേരളത്തിന്റെ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലേക്ക് വരികയും കൊടുങ്ങല്ലൂരിൽ പള്ളി പണിയുകയും ഉണ്ടായി. അവിടെ കൊടുങ്ങല്ലൂരിൽ പള്ളി പണിതു. അവർ അവിടെ നിന്ന് പ്രബോധനം നടത്തി നമ്മുടെ ഈ ജില്ലയാകുന്ന കാസർഗോഡ് ജില്ലയിൽ നാളെ ഈ പറയുന്ന 28-ാം തീയതി സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് ആ സന്ദേശയാത്ര നടത്തിക്കൊണ്ട് കടന്നു വരുന്ന ആ തലമുറയുടെ മണ്ണിൽ മാലിക് ഇബ്നു ദീനാർ എന്ന് പറയുന്ന വലിയൊരു പള്ളി ഉയർന്നു നിൽക്കുമ്പോൾ ആ പള്ളിക്ക് ഒരു പാരമ്പര്യമുണ്ട്. ആ പള്ളിയുടെ പാരമ്പര്യവും അതിന്റെ ആ പള്ളിയുടെ ശൈലിയും ആ പള്ളിയുടെ അതേ കോലവുമാണ് അങ്ങുള്ളതായ കൊടുങ്ങല്ലൂരിലെ പള്ളിക്കുള്ളത് എങ്കിൽ പിന്നീട് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി
റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധമായ ഇസ്ലാമുമായി കടന്നു